കുട്ടികളോട് പറയും ഫോൺ മാറ്റിയൊക്കെ കളിക്കരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഫോണിൽ കളിച്ചോണ്ടായിരിക്കും പറയുന്നുണ്ടാവും. അപ്പൊ ഈ സ്മോക്കിംഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കൊരു ഉന്മേഷം കിട്ടുന്ന പോലെ തോന്നും. ഒറ്റയടിക്ക് ഇത് മൊത്തം നിർത്താൻ പറ്റൂല. എന്താണ് ഡോപ്പമിൻ അഡിക്ഷൻ? കേട്ടിട്ടുണ്ടാവില്ല പലയിടത്തും. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് അഡിക്ഷൻസ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്താണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയും ഫോൺ മാറ്റിയൊക്കെ കളിക്കരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഫോണിൽ കളിച്ചോണ്ടായിരിക്കും പറയുന്നുണ്ടാവും. ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതൊരു അഡിക്ഷൻ ആണ്. കാരണം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി നമുക്ക് വെറുതെ ഇരുന്നാൽ കിട്ടൂല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. രണ്ടാമതൊരു പ്രശ്നമാണ് ഓൺലൈൻ ഷോപ്പിംഗ്. നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ്, അപ്പൊ അതിൽ നിന്ന് വെറുതെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കും അതിൽ നിന്ന് ഒരു സാധനം മേടിക്കാനായിട്ട്. ആ സാധനം മേടിച്ചു കഴിഞ്ഞാലോ നമുക്ക് അതിന്റെ ഡെലിവറിക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ആകാംക്ഷ അത് കിട്ടാനായിട്ട്, അത് അൺപാക്ക് ചെയ്ത് തുറക്കാനായിട്ട്. ഇതൊക്കെ ഒരു ഡോപ്പമിൻ എഫക്ട് ആണ്. അപ്പം നമുക്ക് നല്ലതാണെങ്കിൽ മേടിക്കുക, അല്ലാത്ത സാധനങ്ങൾ മേടിക്കാതിരിക്കുക. മൂന്നാമത് കാണപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ സ്മോക്കിംഗ്, സിഗരറ്റും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരും. അപ്പൊ ഈ സ്മോക്കിംഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ആകെ കിട്ടുന്ന ഒരു മൂഡ് എലിവേഷൻ ആണ്, എനർജി കിട്ടുന്നുണ്ട്, അതായത് നമുക്കൊരു ഉന്മേഷം കിട്ടുന്ന പോലെ തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഫംഗ്ഷൻസിനെ അത് ബാധിച്ചിട്ട് നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, വയറിലെ ക്യാൻസർ, പാൻക്രാറ്റിക് ക്യാൻസർ, അങ്ങനെ നിരവധി അസുഖങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും ഒരു സീരിയസ് ഇഷ്യൂ ആണ്. പിന്നീടുള്ളതാണ് നമ്മൾ ഈ ഓൺലൈൻ ഗെയിമിങ്. നമുക്ക് ഈ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അറിയൂല ടൈം പോകുന്നത്. കളിച്ചോണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സർജ് നിർത്തി കഴിഞ്ഞാൽ കിട്ടൂല. ഇതൊക്കെ നമുക്ക് ഡോപ്പമിൻ അഡിക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്നു. അതേപോലെ തന്നെയാണ് ലാസ്റ്റ് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡ് അഡിക്ഷൻ. നമുക്ക് എപ്പോൾ പോയി കഴിഞ്ഞാലും ഒരു മെക്ഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു KFC പോലത്തെ ഒരു സ്റ്റോറിൽ പോയിട്ട് കഴിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര എനർജി ഉള്ള കാര്യമാണ്. പക്ഷെ അത് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ ശരീരത്തിന് മൊത്തം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേപോലെ ഡോപ്പമിൻ അഡിക്ഷൻസ് ഉള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒറ്റയടിക്ക് ഇത് മൊത്തം നിർത്താൻ പറ്റൂല. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇതിന്റെ യൂസ് അല്ലെങ്കിൽ ഉപയോഗം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ പറ്റും.